ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കുഞ്ഞി മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കപ്പയൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കപ്പ കഴുകി വാരിയെടുത്ത് പാകത്തിലുള്ള ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ചോറിനുള്ള അരി കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചാളക്കറിക്ക് വേണ്ട കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഇത് അരി വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ വന്നപ്പോഴേക്കും കുക്കർ ഇറക്കി വെച്ചിട്ട് നമ്മുടെ കപ്പ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ കപ്പ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ആ നേരം കൊണ്ട് നമ്മുടെ ചാള വെട്ടിയെടുക്കാം. കുഞ്ഞി ചാള ആയതുകൊണ്ട് വെട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് ചെതുമ്പലൊക്കെ പോകുന്നുണ്ട്. ആദ്യം തന്നെ എല്ലാ ചാളയുടെയും ചെതുമ്പൽ കളഞ്ഞെടുത്തു. പിന്നെയാണ് കേട്ടോ വെട്ടിയെടുത്തത്. അങ്ങനെ ചാള വെട്ടിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് കപ്പ ഒന്ന് ഇടക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി വേവാനുണ്ട്. അതേ നമ്മുടെ ചാള വെട്ടി തേച്ച് കഴിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ എന്തായി നോക്കാം. അപ്പോൾ അതേ കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇറക്കി വെച്ചിട്ട് കറി വെക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കപ്പയുടെ ഉരുളി ഇറക്കി വെക്കുവാണേ. പിന്നെ അതേ ചാളക്കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അവിടെ കിടന്ന് പതിയെ വഴന്ന് പറ്റി ഞാൻ തീ ചെറുതാക്കി വെച്ചിട്ട് നമ്മുടെ കപ്പയില്ലേ, ആ കപ്പയുടെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞു. എന്നിട്ടൊന്ന് കയ്യിലും കൊണ്ട് നന്നായിട്ട് ഉടക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കുന്നില്ല. നല്ല കപ്പയായിരുന്നു, നല്ലപോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ ഈ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒന്ന് അടച്ച് വെക്കുവാണേ. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർക്കുന്നുള്ളൂ, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഈ പൊടികളൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ചാളയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചട്ടി അടച്ച് വെക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞി ചട്ടി ആയതുകൊണ്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് പോകും. അപ്പോൾ അതവിടെ നിന്നാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ചോറ് വാർക്കാം. ചോറിൻ്റെ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിസിൽ മാറ്റിയിട്ട് വാഷ് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നേരെ അടച്ചിടുവാണേ. അങ്ങനെ ചോറും വാർത്തിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി വറ്റാനുണ്ട്. നമുക്ക് ഒരുപാട് വറ്റിക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ചാറ് കുറച്ച് വെച്ചിട്ടുള്ളൂ. നമുക്കിവിടെ ചാറ് കുറേ വേണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി വറ്റട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടാം. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഒന്ന് ഉപ്പും മുളകൊക്കെ ഉപ്പൊക്കെ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഉപ്പും എരിവെല്ലാം നോക്കി എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ മത്തിക്കറി സെറ്റായിട്ട് ഒന്നും കൂടി വറ്റാനുണ്ട് കേട്ടോ. ഇത്തിരി കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുടിച്ചിട്ടും പറ്റിയ നല്ല വിശപ്പുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കപ്പയും ചാളക്കറി എല്ലാം വിളമ്പി എടുക്കുന്നുണ്ട്. എനിക്കും മോനും മാത്രമേ ഉള്ളത് എടുക്കുന്നുള്ളൂ. അങ്ങനെ കപ്പയും ചാളക്കറിയൊക്കെ വിളമ്പി എടുത്തിട്ട് ടേബിളിൽ കൊണ്ട് വെച്ച് മോനോട് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി അമ്പലത്തിൽ പോയി തൊഴുതു വന്നു കേട്ടോ. തൊട്ടടുത്തുള്ള നാഗക്കാവിൽ പോയി തൊഴുതു വന്നു. പിന്നെ ഞാൻ കഴിക്കാൻ പോവാണേ. അപ്പോൾ കപ്പയും ചാളക്കറിയും പാൽ ചായയും കൂടി കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം കേട്ടോ. ബായ്.